വയനാട്ടിലെ DCC ട്രഷററായിരുന്ന NM വിജയൻ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ MLA IC ബാലകൃഷ്ണൻ അടക്കം 3 കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മറ്റൊരു കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥ് എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. കേസിലെ സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവുകൾ നശിപ്പിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകണം തുടങ്ങിയ സാധാരണ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2 ദിവസങ്ങളിലായി വാദം കേട്ട കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് കേസിൽ ഇന്ന് വിധി പ്രസ്താവിച്ചത്. KPCC പ്രസിഡന്റിന് എഴുതിയ കത്തുകൾ മരണക്കുറിപ്പായി പരിഗണിക്കണമെന്നും ഡയറിക്കുറിപ്പിലും ഫോൺ കോളിലും സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകൾ ഉണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. IC ബാലകൃഷ്ണൻ ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ മാസം 9-ന് പോലീസ് കേസെടുത്തത്. പ്രതിയായതിനു പിന്നാലെ MLA ഉൾപ്പെടെ 3 പേരും ഒളിവിലായിരുന്നു. ഇന്നലെ MLA നിയമസഭയിലെത്തിയിരുന്നു. മുൻ DCC പ്രസിഡന്റായിരുന്ന അന്തരിച്ച PV ബാലചന്ദ്രൻ 4ാം പ്രതിയാണ്. 2 ദിവസം വാദം കേട്ട ശേഷമാണ് കോടതി ജാമ്യം നൽകിയത്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ MLA ഉൾപ്പെടെയുള്ളവരുടെ പേരുണ്ടായിരുന്നു. NM വിജയന്റെ കത്ത് മരണമൊഴിയായി കണക്കാക്കി 3 പേർക്കും ജാമ്യം അനുവദിക്കരുതെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ജയപ്രമോദ് വാദിച്ചു. ജാമ്യം ലഭിച്ചാൽ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്ന് കോടതിയെ അറിയിച്ചു. ആത്മഹത്യയുമായി ബന്ധമില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതാണെന്നും MLAയുടെ അഭിഭാഷകൻ TM റഷീദ് കോടതിയെ അറിയിച്ചു. ഡിസംബർ 24-നാണ് DCC ട്രഷറർ ആയിരുന്ന NM വിജയനെയും മകൻ ജിജേഷിനെയും വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചത്. 27-ന് ഇരുവരും മരിച്ചു. 10 ദിവസത്തിന് ശേഷമാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത്. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരാണ് മരണത്തിന് കാരണക്കാരെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. ND അപ്പച്ചന് വേണ്ടി NK വർഗീസും KK ഗോപിനാഥന് വേണ്ടി സുരേന്ദ്രനും ഹാജരായി. തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ അനുവദിക്കണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസും ഇതിനോട് ബന്ധമുള്ള 3 വഞ്ചനാ കേസുകളും നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. KPCC പ്രസിഡന്റിന് എഴുതിയ കത്തുകൾ മരണക്കുറിപ്പായി പരിഗണിക്കണമെന്നും ഡയറിക്കുറിപ്പിലും ഫോൺ കോളിലും സാമ്പത്തിക ഇടപാടുകൾക്ക് തെളിവുകൾ ഉണ്ടെന്നും കോടതിയെ പ്രോസിക്യൂഷൻ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇവർ ഒളിവിലായിരുന്നു. പിന്നാലെ MLA നിയമസഭയിലെത്തി. അതേസമയം PV ബാലചന്ദ്രൻ 4ാം പ്രതിയാണ്. ആത്മഹത്യാക്കുറിപ്പിൽ MLA ഉൾപ്പെടെ ഉള്ളവരുടെ പേരുണ്ടായിരുന്നു. ഇതിൽ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജാമ്യം ലഭിച്ചാൽ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതിയെ വാദിഭാഗം അറിയിക്കുകയായിരുന്നു. എന്തായാലും ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞതാണെന്നാണ് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഡിസംബർ 24-നാണ് സംഭവം നടന്നത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെയായിരുന്നു നേതാവും മകനും മരിച്ചത്. പിന്നാലെയായിരുന്നു ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതും IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പുറത്തേക്ക് വന്നതും. പിന്നീട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടന്നത്.